വാട്ട്സപ്പ് ഗൈസ്, അപ്പോൾ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് ഗ്രാനി ചാപ്റ്റർ 1. അപ്പോൾ നമ്മൾ വീണ്ടും ഗ്രാനി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ കളിക്കാൻ പോണത് ഈസി മോഡായിരിക്കും. കാർ എസ്കേപ്പാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ ചാനൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ട ഗ്രാനിയുടെ വീഡിയോ അത്യാവശ്യം വ്യൂസ് കിട്ടി, അത്യാവശ്യം വ്യൂസും സബ്സ്ക്രൈബേഴ്സൊക്കെ കിട്ടി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീണ്ടും ഗ്രാനി ആയിട്ട് വരാം. അപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഗ്രാനി ആയിട്ടാണ്. നമ്മൾ ചെയ്യുന്നത് കാർ എസ്കേപ്പാണ്. ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ. നമ്മുടെ ടാർഗറ്റ് 20 സബ്ബാണ്. ഈ വീഡിയോൻ്റെ ലൈക്ക് ടാർഗറ്റ് 10 ലൈക്കാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഡേ 1 ആയിട്ടുണ്ട്. ഗ്രാനിയുടെ വീട്ടിൽ നമ്മൾ വീണ്ടും എണീറ്റാണ്. ഡേ 1 എസ്കേപ്പ് ചെയ്യാനുള്ള പ്ലാൻ പറ്റുമോ നോക്കാം. എന്നാലും ആദ്യം ഗ്രാനി നടക്കണ ഉച്ചയ്ക്കും കേൾക്കാൻ പറ്റുന്നുണ്ട്. ഗ്രാനി ഇവിടെ അടുത്തുണ്ടെന്നാണ് തോന്നുന്നത്. ഗ്രാനിയുടെ ഡോർ തുറക്കുന്നുണ്ട്. ഡോറാണെങ്കിൽ ഇപ്പം അങ്ങോട്ട് നടക്കുന്നുണ്ട് കിളവി. എന്തായാലും നേരെ പോയി അവിടെ പോയി കൊടുക്കാം. അപ്പോൾ താഴത്തോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ വെയിറ്റ് കൊടുക്കാം. ആദ്യം പറഞ്ഞ് പതുക്കെ വരെയാണ് കിളവിയുടെ കണ്ണ് കാണാത്ത പോലെ കീഴി നടന്നു പോകും. കണ്ടില്ലേ, ഫോട്ടോത്തിൽ നമ്മളെ കണ്ടിട്ടില്ല. ഇത് ഓർമ്മിച്ചിട്ടുണ്ട്. സാധനങ്ങൾ പോയി കണ്ടില്ല. നമുക്ക് പാട്ടോ ഷോട്ട് കിട്ടി. കാര്യം ഇതിൻ്റെ അകത്ത് വെട്ടൊന്നും ഉണ്ടാവും. ഒരു വട്ടം ഞാൻ എനിക്ക് വെട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു വട്ടം കിട്ടിയിട്ടു മണിക്ക് പോകാം. ഞാനിപ്പോൾ 2 ടിക്കറ്റ് ആക്കിയിട്ടുണ്ട്. ഇല്ല, ഒന്നും കാണില്ല. ഇവിടെ ഇരിക്കുന്നു. എന്തായാലും പോയി താഴത്തോട്ട് വിടാം. ഞാൻ താഴത്തോട്ട് വലിച്ചിട്ടുണ്ട്. ഇവിടെ ബുക്ക് ഇരിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും സിവറിൽ പോകേണ്ട ആവശ്യം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ മേടിക്കുന്നു. നമ്മുടെ ആഞ്ചലീനയ്ക്ക് ബുക്ക് കൊണ്ട് കൊടുക്കാം. ഇവിടെ എന്തെങ്കിലും ഉണ്ടോ നോക്കാം. കട്ടിംപ്ലെയർ കിട്ടിയിട്ടുണ്ട്, ഉപകാരമില്ല. എന്തായാലും താഴത്തോട്ട് വെച്ചിടാം. ഇവിടെ ബാറ്ററി ഉണ്ടാവും. ബാറ്ററി കിട്ടി. എന്തായാലും താഴത്തോട്ട് വെച്ചിട്ട് നമുക്കിനി അടുക്കള ചെക്ക് ചെയ്യാം. അടുക്കളയിൽ സ്പെഷ്യൽ കീ കിട്ടി. പാട്ടോ ഷോട്ട് കിട്ടി. ഇനി നമുക്ക് ഒരു പാട്ടും കൂടി കിട്ടിയാൽ മതി ഷോട്ട് കണ്ട. എല്ലാ പാട്ടും കിട്ടി കഴിഞ്ഞു. ഇത് കട്ട് ഓടാൻ പണിയാണ്. എന്തായാലും ഇതൊക്കെ കൊണ്ട് താഴത്ത് വെച്ചിട്ട് വരാം. താഴത്തോട്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്തായാലും ഗ്രാനി വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഗ്രാനി ഇപ്പോൾ എണീച്ചിട്ടുണ്ടാവണം. സ്പൈഡർ ആഞ്ചലിനെ അവിടെ ഒച്ച ഉണ്ടാക്കിയതുകൊണ്ട് ഇനി ഗ്രാനി ഇനി മുകളിലോട്ട് പോകും. നമുക്കിനി ഗ്രാനിനെ ഇങ്ങോട്ട് വിളിക്കാം. അവൾ ചിലപ്പോൾ കയറുണ്ടാവും. ഇപ്പം എന്തായാലും വന്ന് കയറുണ്ടാവും. നമുക്കെന്തായാലും ഒരു സ്ഥലത്ത് പാർട്ട് ഓഫ് ഷോട്ട് ഒരെണ്ണം കൂടി വേറെ ഒരു പാർട്ടും കൂടി കിട്ടാൻ ചാൻസ് ഉള്ളൊരു സ്ഥലമുണ്ട്. അത് ഇതാണ് ഗൈസ്. ഇവിടെ ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇവിടെ കിടക്കുന്നുണ്ട്. വേഗം പോയിട്ട് ഷോട്ട് എടുത്തിട്ട് നമ്മുടെ ഗ്രാനിനെ പിടിക്കാം. ഗ്രാനിനെ ഇങ്ങോട്ട് പിടിച്ചിട്ടുണ്ട്. ഒട്ടത്തിൽ ഗ്രാനി ഇപ്പം അങ്ങോട്ട് പോയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാം. യെസ്, വെട്ടം കിട്ടി ഗൈസ്. യെസ്,
നമുക്കിത് നമ്മുടെ ഷോപ്പ് കിട്ടി. ഇനി ഗ്രാൻഡ് നമുക്ക് ഗ്രാൻഡ് നമുക്കിനി 2 മിനിറ്റും 30 സെക്കൻഡും ഇട്ട് പൂശാം. ഞാനിപ്പോൾ വരേണ്ട ടൈമായിട്ടുണ്ട്. നടക്കണം ചേക്കണ്ട. കണ്ട് ഗൈസ് വരുന്നുണ്ട്. തള്ള വരുന്നുണ്ട്. വായോ ബൈ. അങ്ങനെ ഗ്രാനിനെ നല്ല ഉറക്കിയിട്ട് അമ്മ വിട്ടിട്ടുണ്ട്. അടുത്ത അമ്മ വെട്ടി. മുകളിൽ സ്ക്രൂ ഡ്രൈവർ വേണം. സ്ക്രൂ ഡ്രൈവർ വന്നിട്ട് നമുക്ക് കിടപ്പ് കണ്ടോ പാവം. നമുക്കെന്തായാലും ഈ മണിയിലോട്ട് വേണം. സ്ക്രൂ ഡ്രൈവർ എടുക്കണം. സ്ക്രൂ ഡ്രൈവർ കിട്ടി. മാത്രമേ സ്ക്രൂ ഡ്രൈവർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പോയിട്ട് നമുക്ക് കുഴി തുറക്കാം. കാർക്കിയാണെങ്കിൽ രക്ഷപ്പെട്ടു. എന്നിട്ട് ഫസ്റ്റ് കാർഡിലെത്തി. സ്ക്രൂ ഡ്രൈവർ നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. സീവറിൽ ഒരു സ്ഥലത്ത് ആവശ്യമുണ്ട്. അതുകൊണ്ട് അതവിടെ ഇരിക്കട്ടെ. നമുക്കിനി നമ്മുടെ ഗണ്ണ് പോയി എടുക്കാം. നമുക്കിനി കാക്കയുടെ അടുത്ത് പോയിട്ട് കാക്കനെ കൊന്നിട്ട് കുറച്ച് പരിപാടികളുണ്ട്. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ നോക്കാം. അത് സ്പാർക്ക് പ്ലഗ് ഇരിക്കുന്നുണ്ട്. സത്യത്തിൽ പറഞ്ഞാൽ കാർക്കിയും പാഡ്ലോക്കിയും മതി, പിന്നെ ഫ്രഞ്ചും മതി. ബാക്കിയെല്ലാം സെറ്റായിട്ടുണ്ട്. നമുക്കെന്തായാലും പോയിട്ട് കാക്കനെ കൊന്നിട്ട് വരാം. കാക്കനെ പൂശിയിട്ടുണ്ട്. പിന്നെ ഗ്യാസിലും ക്യാൻ വേണം. അത് മറന്നുപോയി. ഇതിൻ്റെ അകത്തൊന്നും കാണില്ല. എന്നാലും ഗ്രാനിനെ ഇങ്ങോട്ട് വിളിക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. ഗ്രാനി ഒന്ന് അങ്ങോട്ട് പോട്ടെ. അവിടെ ഗ്യാസിലും ക്യാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇനി 3 സാധനം കൂടി മതി. ഗ്രാനി പോയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കാം. അങ്ങനെ ഇവിടെ ഒന്നും കാണില്ല. നേരെ തിരിച്ചു പോവാം. ഞാൻ ഇങ്ങോട്ട് വിളിക്കാം. കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഞാനീ പോട്ടെ. ഞാനീ പോയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കാം. ക്രീക്കിംഗ് ഫ്ലോർ ഈസി മോഡിൽ ക്രീക്കിംഗ് ഫ്ലോർ ഇല്ലാത്തതുകൊണ്ട് ഗുണമായി. എന്തായാലും പോയിട്ട് നമ്മുടെ വെപ്പം എടുത്തിട്ട് വരാം. അവിടെ ഒച്ചയുണ്ടായി ഗൈസ്. പണിയാവുന്ന തോന്നണം. എന്തായാലും നേരെ ഓടാം. എന്തായാലും ഇങ്ങോട്ട് വരേണ്ട ടൈമായിട്ടുണ്ട്. ഇവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ ഗ്രാനി വന്നിട്ടുണ്ട്. നമുക്കപ്പോൾ ഈ വഴി പോവാം. നമുക്ക് നമ്മുടെ ഗണ്ണിൽ ഉണ്ട നിറയ്ക്കണം. ഇവിടെ ഉണ്ട്. നമുക്ക് ഉണ്ട കിട്ടി. ഗ്രാനി അവിടെ കിടന്ന് ചിലക്കുന്നുണ്ട്. എന്തിനാണോ ഗ്രാനിക്ക് പോലും അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും ഒച്ചുണ്ടാക്കാണ്ട് അങ്ങോട്ട് പോവാം. ഇവിടെ ഒന്നും കാണില്ല. ഇനി ഗ്രാനി ഇങ്ങോട്ട് വിളിക്കാം ഗൈസ്. 1-ാം നമ്പറാണ് തുറക്കേണ്ടത്. ഇത് ഓർത്ത് വെച്ചില്ലെങ്കിൽ പണിയാവും. ഗ്രാനി കുറച്ച് നേരം കഴിയുമ്പോൾ വരുള്ളൂ. കാരണം അറ്റത്തായിരുന്നു. പതുക്കെ പടിയൊക്കെ ഇറങ്ങി വരാൻ പറ്റുള്ളൂ. കാലിന് വയ്യാത്താണേ. നമുക്കെന്തായാലും കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. ഡോറൊക്കെ തുറന്ന് വന്നിട്ടുണ്ട്. തുറന്നതും ചത്തു. വീടിൻ്റെ ഉള്ളിൽ കയറി. നമുക്കിനി നമ്മുടെ ഗണ്ണിൽ ഉണ്ട അടച്ചിട്ട് ഇനി സെർച്ച് ചെയ്യാനുള്ള സ്ഥലം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് വരാം. ഇവിടെ ആകുമ്പോൾ നോക്കിയല്ലേ. അതെ ഗൈസ്, ഇവിടെ ആകുമ്പോൾ നോക്കിയതാണ്. ഇതിനെന്തായാലും മുകളിലോട്ട് വേണം. നമ്മുടെ സ്പൈഡർ ഇല്ലേ, കുഞ്ഞി സ്പൈഡർ. കൊല്ലല്ല, ട്രാപ്പാക്കണം. ട്രാപ്പാക്കിയിട്ട് നമുക്ക്
അവിടെ എന്തുട്ടാ ഉള്ളത് നമുക്ക് നോക്കാം. ഫ്രഞ്ച് ആവാനാ ചാൻസ്. ആകെ മുകളിലോട്ട് പോകാം. അത് തുറന്നു വന്നിട്ടുണ്ട്. നമുക്ക് നൈസായിട്ട് അവിടെ നിൽക്കാം. ആ സ്പൈഡറാണെങ്കിൽ പിന്നെ ബോധമില്ല. സൈഡിൽ വന്നിരുന്നാലും അറിയില്ല. അങ്ങനത്തെ ഒരു മണ്ടനാണ്. പിന്നെ അത് ഫ്രഞ്ച് ഉണ്ട്. എന്തായാലും ഒരു വട്ടം കൂടി ഗ്രാനിനെ പൂശിയിട്ട് നമുക്ക് ആ ഫ്രഞ്ച് എടുക്കാം. പക്ഷെ ആദ്യം നമുക്ക് ഇങ്ങോട്ട് ഗ്രാനിനെ വിളിക്കണം. അപ്പോൾ നമ്മുടെ ഗ്രാനി വന്നിട്ടുണ്ട് ഗൈസ്. സ്റ്റെയർ കയറി വരുന്നുണ്ട്. വായോ ബൈ. ഗ്രാനിനെ ഒരു വട്ടം കൂടി പൂച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി സീവറിലാണെന്ന് തോന്നുന്നുണ്ട് ഇനിയുള്ള സാധനങ്ങൾ. എന്തായാലും നമ്മളെ ഫ്രഞ്ച് പോയെടുക്കാം. ഫ്രഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇങ്ങോട്ട് കാറിൻ്റെ ആ ഭാഗത്ത് കൊണ്ടുപോയി ഇടാം. അല്ല, നിലത്തോട്ട് ഇട്ടാൽ മതി. അവിടെ അങ്ങനെ നിലത്തോട്ട് ഇടാം. വഴി തന്നെ അവിടെ ചാരി കിടക്കുക. ഏതാ കിടപ്പ്? മാഞ്ഞു പോയി. ടൈം കഴിഞ്ഞാണോ? 2.5 മിനിറ്റ് എന്തായാലും കഴിഞ്ഞിട്ടില്ല. എന്തായാലും ഇവിടെ നോക്കാനുള്ള കാര്യം എന്തായാലും എല്ലാ കാര്യം നോക്കിയിട്ടിരുന്നാൽ തോന്നുന്നു. എന്തായാലും ഇനി സീവറിലോട്ട് പോവാം. സ്പൈഡർ കീടുത്ത് വെളുത്തോട്ടിട്ടുണ്ട്. ഇങ്ങനെയായിട്ട് സ്ക്രൂ ഡ്രൈവർ വേണം ഗൈസ്. സ്ക്രൂ ഡ്രൈവർ സീവറിൽ ഒരു പണിയുണ്ട്. അവിടെ എന്തായാലും ചെയ്യണം. അടുത്ത് അങ്ങോട്ട് വലിച്ചിട്ടുണ്ട്. നമുക്ക് വെപ്പണും കൊണ്ടുപോകണം ഗൈസ്. കാരണം സീവറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെപ്പൺ കണ്ടുപിടിക്കാൻ നടക്കണം. വെപ്പൺ എവിടെയെന്ന് മറന്നു. നമുക്ക് എന്തായാലും ഉള്ളിൽ കൊടുത്തറിയാം. സാധനം പോവില്ല. ഓക്കെ, ഉള്ളിലേക്ക് എങ്ങനെയൊക്കെയോ വീണിട്ടുണ്ട്. എല്ലാ കളിയും നോക്കിയതാണ് ഇവിടെ. അതായത് സീവറിലോട്ട് എടുത്ത് ചാടാം. ഡാമുണ്ട്. സൈഡിൽ കോകയിലാണ് ഡൗട്ട് ഉണ്ടത്. കോകയിലാണ്. എന്തായാലും ഇതൊന്ന് താക്കുന്നത്. സ്ക്രൂ ഡ്രൈവർ വീണിട്ടുണ്ട്. എടുത്ത് വിടാം. നമുക്ക് വീൽ ക്രാങ്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഗൈസ്. അതൊരു പ്രശ്നമാണ്. നമ്മുടെ ആഞ്ചലിന് അങ്ങോട്ട് ഓടിപ്പോയിട്ടുണ്ട്. പിന്നെ വേഗം ഇങ്ങോട്ട് പോകാം. എന്താ വെച്ചാൽ കിട്ടണമെന്ന് നോക്കാം. ഒന്നുമില്ല. ഇവിടെ എന്തെങ്കിലും കിട്ടുമോ നോക്കാം. ഇവിടെ ഒന്നുമില്ല. വളരെ നല്ലത്. മിക്കവാറും ആ സ്പൈഡർ ഇങ്ങോട്ട് തിരിച്ച് നടന്നു വരുന്നുണ്ടാവും. ഇല്ല. വേഗം ഇങ്ങോട്ട് ഓടാം. ഇവിടെ വീൽക്കറാൻ കാണിച്ചേ. തെറ്റിപ്പോയി വഴി തെറ്റി. സ്പൈഡർ എഞ്ചിനെ ഒന്നും കാണില്ല അവിടെ. ഇതിലൊക്കെ നടന്നു വരിനി. അടുത്തുണ്ടെന്നാണ് എനിക്ക് തോന്നണത്. ഒച്ച കേൾക്കണ്ട. നമ്മളെ കണ്ടില്ല ഗൈസ്. ഈ തൊട്ടടുത്ത് നിന്നിട്ട് നമ്മളെ കണ്ടില്ല. എന്തൊരാണെന്ന് നോക്കടാ. നമ്മളെ കണ്ടില്ല ഗൈസ്. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്ത് കിട്ടാം. എന്താ വായം പൊളിച്ച് വരുന്നുണ്ട്. വായോ വരാൻ എന്താണ് ഇത്ര ഓടി? നമ്മുടെ സ്പൈഡർ കുട്ടൻ ഇപ്പോൾ ഓടി വന്നിട്ടുണ്ട്. ഞാനിൻ്റെ ഉള്ളിൽ കയറാം. ഞാൻ അതെന്താ ഉള്ളത് നോക്കാം. നമുക്ക് പാഡ്ലോക്ക് കിട്ടിയിട്ടുണ്ട്. സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഈ എടുത്തോണ്ട് നേരെ ഇങ്ങോട്ട് പോവാം. ഒയ്യോ, നമ്മൾ പിടിച്ചാനെ ഗൈസ്. ഇപ്പോൾ തന്നെ ഇവിടെ നമ്മൾ പിടിച്ചാനെ. ഓ, ജസ്റ്റ് മിസ്സിലാണ് നമ്മൾ ജസ്റ്റ് ഇട്ടത്. ഇതിൻ്റെ ഒച്ചമില്ലാത്തതാണ് ഗൈസ്. ഒന്നല്ലേ? യെസ്, 1 കിട്ടിയിട്ടുണ്ട്. എന്തായാലും വിഞ്ചാൻ്റെ അടുത്ത് താഴത്തോട്ട് പോകാം.
പഴരാജിൻ്റെ ഇപ്പോൾ വായ തുറന്ന് വീണ് വന്നിട്ടുണ്ട്. എന്താണ് ഇവിടെ നിൽക്കണ്? പോടോ, എന്നെ നിൽക്കാന്നാലും കിട്ടൂല. അങ്ങനൊന്നും പിടി കൊടുക്കുന്നവനല്ലടാ ഇവൻ. ഇവനാരാ? തിരിഞ്ഞു നടന്ന ഞാൻ പിടിച്ച് ഞാൻ കോട്ട് ചെയ്യും. ഇതിൻ്റെ പ്രശ്നം ഇതാണ് ഗൈസ്, തിരിഞ്ഞു നടക്കും ഈ സാധനം. എന്താണ് ഇവിടെ നിൽക്കണ്? പോടോ, നിനക്കും തൊട്ടാ വേണ്ടത്. ശ്വാസം വിളിച്ച് നിൽക്കണൂടെ. ഇതാണ് ഗൈസ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. അവിടെ വന്ന് തമ്പടിച്ച് നിൽക്കും. നിനക്ക് എന്തിൻ്റെ കടണ്ട? അവിടുത്തെ പോടോ. ഈ നശിച്ച വീട്ടിൽ നിന്ന് എനിക്ക് എങ്ങനെയൊന്ന് എസ്കേപ്പ് ചെയ്യണം. തിരിഞ്ഞ് നടക്കരുത്. ഞാൻ ഈ വഴി പോകാൻ പോകും. എനിക്ക് വയ്യ ഗൈസ്. അഭിശാശം ഞാൻ ഈ വഴി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും പറയാനില്ല. എന്തായാലും കറങ്ങിപ്പോവാം. ഇങ്ങോട്ട് വരട്ടെ ആദ്യം. ഇവിടെ വന്ന് നിൽക്കാം നമുക്ക്. വരേണ്ടതാണ്, കാണേണ്ടതാണ്. ഇപ്പോൾ തിരിഞ്ഞ് നടന്നില്ല. നമ്മുടെ വീട്ടിൽ ബാഡിലാക്കി കിടക്കുന്നുണ്ട്. ഇവിടെ എന്താ 2 കൈയില്ലേ? ഒരു കൈ മാത്രമേ ഉള്ളൂ. ഒരു കൈയിൽ മാത്രം സാധനം പിടിക്കാൻ പറ്റുള്ളൂ. 2 കയ്യിൽ സാധനം പിടിക്കാൻ പറ്റുന്നത് എളുപ്പമില്ല. ഇതിപ്പോൾ ഞാൻ 2 വട്ടം അങ്ങനെ പിടിക്കും. എന്നെ ഇതിനാണെങ്കിൽ ചെവി പണിയാണ്. പിന്നെ ഇവിടെ ചിലപ്പോൾ ഗ്രാമക്കാരാണ്. അതിന് വീടുകളായി നമ്മളെ വൈൽഡർലാൻഡ് ചെയ്യുന്ന കുട്ടൻ ഓടി വരുന്നുണ്ട്. ഓഹൈ ഓഹൈ, വായ 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 വായ. അങ്ങനെ നൈസായിട്ട് പറ്റിച്ചു വിട്ടിട്ടുണ്ട്. എന്നാലും നേരെ ഇങ്ങോട്ട് പോവാം. വിഞ്ച് ഹാൻഡിലെടുത്ത് നേരെ എടുത്താൽ അറിയാം. ഇങ്ങോട്ട് വീണിട്ടുണ്ട്. എന്നാലും പോയിട്ട് നമ്മുടെ ഷോട്ട് ഗണ്ണൊക്കെ ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്രാനി എന്തായാലും അവിടെ വന്ന് നിൽക്കും എന്നാണ് തോന്നണത്. ഗ്രാനി വരും എന്നാണ് സൗണ്ട് കേൾക്കുന്നുണ്ട് ഗൈസ്. സ്റ്റേ ഇറങ്ങി വരുന്നുണ്ട് പിശാശി. നൈസായിട്ട് നമുക്ക് ഒറ്റയടിക്ക് തിരിയുമ്പോഴേക്കും കൊല്ലാന്ന് വെച്ച് നിൽക്കുകയാണ് ബൈക്ക്. ഗ്രാനി തിരിഞ്ഞില്ല, നമ്മൾ കണ്ടില്ല. അപ്പോഴേക്കും നമ്മൾ കൊണ്ടു കിടപ്പ് കണ്ടോ. ഞാൻ നൈസായിട്ട് ഉറക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് നേരെ ബാക്കിയാടി പോയിട്ട് ഹാമർ ആയിരിക്കും കിട്ടുക, അല്ലെങ്കിൽ കാർക്കി കിട്ടാൻ ചാൻസ് ഇല്ല. എനിക്കിതിന് ഇതിൻ്റെ അകത്തുനിന്ന് കാർക്കി കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ വാട്ടർമെലൺ ആയിരിക്കും. ഹാമറാണ് ഗൈസ്, ഹാമറാണ് നമുക്ക് കിട്ടിയത്. നമുക്ക് ഹാമർ എടുത്തിട്ട് വരാം. ഹാമർ എടുത്തിട്ട് നമ്മുടെ കയ്യിൽ ഹാമർ കിട്ടിയിട്ടുണ്ട്. എന്തായാലും നേരെ നമ്മുടെ ഷോട്ട് ഗൺ ലോഡ് ചെയ്യണം. ഉണ്ടില്ല അതിൻ്റെ അകത്ത്. എന്തായാലും എന്തായാലും മോളിക്കില്ല. നമ്മുടെ ഷോട്ട് ഗൺ എടുത്തിട്ട് വരാം നമുക്ക്. ഇവനാണ് ഗൈസ് എല്ലാത്തിനും നമ്മളെ രക്ഷിച്ചത്, ഈ ഷോട്ട് ഗൺ. ഇവനൊരു വലിയ കയ്യടി തന്നെ. എൻ്റെ സേവിയറാണ് ഗൈസ്, ഹീറോ ആണ്, ഹീറോ. ഗ്രാനി എന്തായാലും വരാൻ ടൈമായി എന്നാണ് തോന്നണത്. കാരണം നടക്കണ വെച്ചാൽ കേട്ടുണ്ട് ഗൈസ്. ഗ്രാനി വന്നിട്ടുണ്ട്. ഗ്രാനിനെ തട്ടിയിട്ടുണ്ട്. ഹാമർ എടുത്ത് നേരെ മുകളിലോട്ട് പോവാം. നേരെ മുകളിലോട്ട് പോവാം. തകാണ് പൊളിക്കാം. വീട് വേഗം വീട്. ടൈമില്ല. തട്ടിട്ടുണ്ട്. ഇതാക്കുന്നുണ്ട്. കോവിലുണ്ട്. അപ്പോൾ എന്തായാലും ഹാമർ എടുത്തിട്ട് ഇവിടെ കൊണ്ട് വെക്കാം. ഞാൻ താഴത്ത് ഉറങ്ങാൻ കിടക്കുന്നുണ്ട്. സേഫ്റ്റിയാണ്.
ആ ഇപ്പോഴാണ് ഗൈസ് കട്ടിംഗ് ബ്ലേസിൻ്റെ ഉപകാരം ഓർമ്മ വന്നത്. ഒരു കട്ടിംഗ് ബ്ലേസ് പോയി കിടക്കുന്നു. എന്തായാലും അത് പോയിട്ട് എടുത്തിട്ട് വരാം. നമുക്ക് നമ്മുടെ കട്ടിംഗ് ബ്ലേസ് കിട്ടിയിട്ടുണ്ട്. വേഗം മുകളിലോട്ട് പോയിട്ട് കട്ട് ചെയ്തിട്ട് സേഫ്റ്റി എടുത്തിട്ട് നമുക്ക് താഴത്തോട്ട് വരാം. ഇവിടെ അല്ലല്ലോ. എന്തായാലും ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. സേഫ്റ്റി കിട്ടി. നമുക്കിനി കട്ടിംഗ് ബ്ലേസിൻ്റെ ഉപകാരം തീർന്നെന്നാണ് തോന്നുന്നത്. അതിൽ നമ്മൾ തട്ടി മറിച്ചിടാം. സേഫ്റ്റി എടുത്ത് താഴത്തോട്ട് അറിയാം. കഴിഞ്ഞ് താഴത്തോട്ട് പോവാം. നമ്മുടെ ഗണ്ണെടുക്കണം ഗൈസ്. ഗണ്ണെടുത്തിട്ട് നമുക്ക് അതിനകത്ത് റീലോഡ് ചെയ്ത് വെക്കാനുണ്ട്. ഇതെടുത്ത് അങ്ങനെ താഴത്തോട്ട് അറിയാം. ഇതിൻ്റെ അകത്ത് ഉണ്ടയില്ല. ഉണ്ടൊക്കെ ഏകദേശം എല്ലായിടത്തും തീരാറായിന്നാണ് തോന്നണത്. അതിൻ്റെ ഗണ്ണെടുത്തുകൊണ്ടറിയാം. നമ്മുടെ കാർക്ക് കിട്ടി. എനിക്ക് തോന്നുന്നത് എല്ലാ സാധനം ആയിന്നാണ് തോന്നണത്. എന്തായാലും പോയിട്ട് ഒരു വട്ടം കൂടിയും ഗ്രാൻഡിനെ തട്ടേണ്ടി വരും. സ്പാർക്ക് പ്ലഗ് വേണം ഗൈസ്. സ്പാർക്ക് പ്ലഗ് ഇവിടെ ഉണ്ട്. അപ്പം എന്തായാലും പോയിട്ട് അത് പോയി എടുത്തിട്ട് വരാം. എല്ലാം ആണെന്നാണ് തോന്നുന്നത്. ആയാ മതിയായിരുന്നു. കുറേ നേരം ഇത് വെട്ടിപ്പിടിച്ചിരിക്കുന്നു. ഗ്രാനി വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ ഗ്രാനി വന്നിട്ടുണ്ട്. ഇങ്ങോട്ട് ഗ്രാനിനെ കൊന്നിട്ടുമുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ നേരെ താഴത്തോട്ട് പോയിട്ട് കാറിലെല്ലാം വെക്കാം. അങ്ങനെ കാറിലത്തെ ഫസ്റ്റത്തെ സാധനം വെച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ബാറ്ററി എടുക്കട്ടെ. ഫ്രഞ്ച് മേളിൽ കിടക്കുന്നുണ്ട്. എന്തായാലും ബാറ്ററി വെച്ചിട്ടുണ്ട്. അത് രണ്ടാമത്തെ സാധനം വെച്ചിട്ടുണ്ട്. നമുക്കിനി ഫ്രഞ്ച് പോയി എടുക്കണം. ഫ്രഞ്ച് ഇതേ ഇവിടെ കിടക്കുന്നു. എന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. ബാറ്ററിലോക്ക് എടുത്തിട്ടില്ല എന്നാണ് ഗൈസ് തോന്നണത്. നമുക്ക് പാഡ്ലോക്കിയും കൂടി എടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം ഇതെല്ലാവരും സെറ്റ് ചെയ്തിട്ട് നമുക്ക് പാഡ്ലോക്ക് എടുക്കാൻ പോവാം. അപ്പോൾ നമ്മുടെ സ്പാർക്ക് പ്ലഗും വെച്ചിട്ടുണ്ട്. നമ്മൾ ഫ്രഞ്ച് ഇവിടെ കിടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഷോട്ട് ഗൺ എടുത്തിട്ട് നമുക്ക് സീവറിലോട്ട് പോകണം. ഇവിടെ ഉണ്ടോ നോക്കട്ടെ കേട്ടോ. ഇവിടെ ഉണ്ട് കഴിഞ്ഞു ഗൈസ്. പണിയായിട്ടുണ്ടോയെന്ന് ഡൗട്ടുണ്ട്. കാരണം സീവറിൽ നിന്ന് ഇറങ്ങുന്ന ഗ്യാൻ എന്തായാലും നമ്മളെ പിടിക്കും. ഉണ്ടില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും മുകളിലോട്ട് ഇവിടെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. നമുക്കത് പോയി നോക്കാം. ഉണ്ടായാൽ മതിയായിരുന്നു ഗൈസ്. ഞാൻ ഇവിടെ നിന്ന് ഒരു 2-3 എടുത്തിട്ടുണ്ട്. ഒരെണ്ണം കാണാൻ ചാൻസ് ഉണ്ട്. നോക്കട്ടെ. ഒരെണ്ണമല്ല 2 ഉണ്ട് ഗൈസ് ഇവിടെ. നമുക്കിനി എളുപ്പമായി. നമുക്കിനി സീവറിലോട്ട് പോവാം. സീവറിലോട്ട് എടുത്ത് ചാടാം. അപ്പോൾ അമ്മ വീണ്ടും ഇതേ സീവറിലോട്ട് എടുത്ത് ചാടിയിട്ടുണ്ട്. ആ ഒരു സാധനം കൊണ്ടുവന്നാൽ മതി. പാഡ്ലോക്കി കൂടെ എടുത്ത് തന്നാൽ ആളി സെറ്റായി. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മുടെ സ്പൈഡർ എഞ്ചിനീയർ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വായം വിളിച്ച് വന്നിട്ടുണ്ട്. നമുക്കുടെ ആകെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ പാഡ്ലോക്കി എടുക്കലാണ്. ഈ സ്പൈഡർ എഞ്ചിനീയർ എങ്ങോട്ട് പോകുന്ന ആദ്യം നോക്കണം. അത് അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും നേരെ തിരിഞ്ഞു പോവാം. നമ്മുടെ പാഡ്ലോക്കി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങോട്ട് പോയിന്ന് കാണില്ല. എന്തായാലും നേരെ വേഗം ഓടാം. അങ്ങനെ നൈസായിട്ട് നമ്മൾ പാഡ്ലോക്കി എടുത്ത് പോന്നിട്ടുണ്ട് ഗൈസ്. എല്ലാം ആയിന്നാണ് തോന്നുന്നത്. എല്ലാം ആയിട്ടുണ്ട്.
നമുക്കിനി ഒരു വട്ടം കൂടി ഗ്രാനിനെ തട്ടിയിട്ട് നമുക്ക് കാറും കൊണ്ട് നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെടാം. യെസ്, ഗ്രാനിയുടെ ഡ്രസ്സ് കാണുന്നുണ്ട്. എന്തായാലും ഗ്രാനി ഒരു വട്ടം കൂടി തട്ടാം. ബൈ ഗ്രാനി. ഇനി ഒരു വട്ടം ഇനി ഇതേപോലെ തട്ടാൻ പറ്റൂല. അതുകൊണ്ട് അവസാനത്തെ തട്ടലാണ് ഗ്രാനിനെ. സമയം വേസ്റ്റ് ആക്കാൻ നമുക്ക് ബാഗ് കൊടുത്ത് മുങ്ങാം. നമ്മുടെ കാർക്കി അവിടെ കിടക്കുന്നുണ്ട്. ഇവിടെ മാസ്റ്റർ കീ കിടക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഗ്യാസിലും മുകളിലുണ്ട്. അതിന് മാറി കിടക്കുന്നു. ഗ്യാസിലുണ്ട്. ഗ്യാസിലെടുത്ത് ഒഴിച്ചിട്ട് നമുക്ക് നമ്മുടെ കാറും കൊണ്ട് നമുക്ക് ഇവിടെ രക്ഷപ്പെടാം. പിന്നെ ഫൈനലി നമ്മുടെ കാർ എസ്കേപ്പ് ഇവിടെ തീരാൻ പോവാണ്. നടഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. യെസ്, ഫുൾ ടാങ്ക് പെട്രോൾ പോവാണ്. കുറച്ചുകൂടി പെട്രോൾ കാണുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമുക്ക് ഡിസ്പ്ലേ ഇട്ടിട്ടില്ല. യെസ്, എടുത്തടച്ചേ. നമ്മുടെ ഷോട്ട് ഗൺ എടുത്ത് നമ്മുടെ വല്ല വേണ്ട, ഇതൊന്നും എടുത്ത് പോകണ്ട, വെറുതെ ടൈം വേസ്റ്റ്. എന്തായാലും കാർക്ക് എടുത്ത് നമുക്ക് ഇവിടെ നേരെ അങ്ങോട്ട് രക്ഷപ്പെടാം. യെസ്, അങ്ങനെ നമ്മൾ രക്ഷപ്പെടാണ് ഗൈസ്. ഒറ്റടി ഫ്രണ്ടിലത്തെ ആ സംഭവമൊക്കെ പോയി. ഒറ്റടി. യെസ്, രക്ഷപ്പെട്ടു ഗൈസ്. ഗ്രാനിയോടെ അന്താളിച്ച് നിൽക്കുകയാണ്. ഗ്രാനി പോയത് കണ്ടില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഗ്രാനി കാർ എസ്കേപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കുള്ളത് ആകെ സീവർ എസ്കേപ്പാണ്. സീവർ എസ്കേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഗ്രാനി 2 ഈസിയിട്ട് കളിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ലൈക്കും സബും ചെയ്യാൻ മറക്കല്ലേ. നേരത്തെ പറഞ്ഞ പോലെ 20 സബ്ബാണ് നമ്മുടെ ടാർഗറ്റ്. ഈ വീഡിയോയ്ക്ക് 10 ലൈക്കാണ് ടാർഗറ്റ്. അപ്പോൾ എല്ലാവരും ലൈക്ക് ബട്ടനും സബ്സ്ക്രൈബ് ബട്ടനൊക്കെ അടിച്ചു പൊട്ടിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ ബൈ.